വിശന്നു വലഞ്ഞിരുന്ന ഒരു ഭിക്ഷക്കാരന്റെ അടുത്തേക്ക് മതപ്രബോധനത്തിനായി ഒരു വ്യക്തി എത്തിയപ്പോൾ സംഭവിച്ചത് ഒന്ന് കണ്ടു നോക്ക്. ഈ ഭിക്ഷക്കാരനായ മനുഷ്യൻ പറഞ്ഞ ആ ഒരു വാക്ക് സത്യത്തിൽ വല്ലാതെ മനസ്സിൽ തറച്ചുപോയി. ഇത് ലോകം കേൾക്കണം, ലോകം ചിന്തിക്കണം. ഇദ്ദേഹമാണ് മതപ്രബോധനത്തിനായി എത്തിയത്. എന്താ താങ്കളുടെ പേരെന്താ? പീറ്റർ. അദ്ദേഹം ഇതേപോലെ ക്രിസ്തു മതം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പീറ്റർ എന്നാണ് പേര്. യഥാർത്ഥത്തിൽ നമ്മൾ സഹായിക്കേണ്ടത് ഏത് രീതിയിലാണ്? ബിഷപ്പിനെയാണോ അല്ലെങ്കിൽ മതത്തെയാണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ മുൻനിർത്തി നമുക്ക് ചോദിക്കേണ്ടത്. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എഴുത്തുകാരനാണ്, കലാകാരനാണ്, കവിയാണ്. പക്ഷേ തെരുവിൽ അലഞ്ഞ് ജീവിതം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ തീർക്കുന്നെന്ന് പറയുന്നില്ല, ആസ്വദിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ പൈസ ഇല്ല, അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളിയുടെ കയ്യിൽ 10 ഒരു നോട്ട് മാത്രമേ ഉള്ളൂ. 10 ഒരു നോട്ടാണ് ഇന്ന് രാത്രി വരെ ഉള്ളത്. ഇപ്പം നാളത്തെ കാര്യം അതും ഇല്ലല്ലേ. ഇന്നൊരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമേ പൈസ ഉള്ളൂ. അദ്ദേഹത്തിന് സാമ്പത്തികം ഇല്ലാത്ത ഒരാളാണ്. എഴുതാനും ജോലി ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുള്ള ആളാണ്. ഈ മതത്തിന്റെ പ്രബോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തെ താങ്കൾക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയും? ആഹാരം കൊടുത്തോ, എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തോ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? സാമ്പത്തിക സഹായം ഒന്നുമില്ല. ആഹാരം കൊടുക്കാൻ പറ്റുമോ? ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഈ സുവിശേഷം പറയണമെന്നുള്ള മാത്രം, സുവിശേഷം മാത്രമേ പറയത്തുള്ളൂ. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നതും ഒരു നന്മയല്ലേ? അത് ഞങ്ങൾ അങ്ങനെ ചെയ്യണില്ല. ഇല്ല, അദ്ദേഹത്തിന് വിശക്കുന്നു, സാമ്പത്തികമില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ക്രിസ്തീയ ചുറ്റുപാടിലല്ലോ. താങ്കൾക്ക് ഈ പ്രബോധനം മാത്രം ഉള്ളൂ? അത് വിശേഷ പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ സാമ്പത്തികമായോ ആഹാരം മേടിച്ചു കൊടുക്കാനോ കഴിവില്ല, ചെയ്യാൻ കഴിയത്തില്ല? ഇല്ലില്ല, ഞങ്ങളുടെ പരിപാടി അങ്ങനെയില്ല. ആ പരിപാടിയില്ല. തീർച്ചയായും അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എഴുത്തുകാരനാണ്, കലാകാരനാണ്, കവിയാണ്. പക്ഷേ തെരുവിൽ അലഞ്ഞ് ജീവിതം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ തീർക്കുന്നെന്ന് പറയുന്നില്ല, ആസ്വദിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ പൈസ ഇല്ല, അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളിയുടെ കയ്യിൽ 10 ഒരു നോട്ട് മാത്രമേ ഉള്ളൂ. 10 ഒരു നോട്ടാണ് ഇന്ന് രാത്രി വരെ ഉള്ളത്. ഇപ്പം നാളത്തെ കാര്യം അതും ഇല്ലല്ലേ. ഇന്നൊരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമേ പൈസ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ രീതിയിൽ പുള്ളി ചെറിയൊരു സഹായം കൊടുത്തു. ഒന്നും ആവത്തില്ല ആ സഹായങ്ങളൊന്നും. അപ്പം ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ മതപ്രബോധനം, ഇദ്ദേഹം യേശുവിനെ കുറിച്ച് എഴുതുന്ന ഒരാൾ തന്നെയാണ്. മതപ്രബോധനത്തോടൊപ്പം തന്നെ ഈ പാവങ്ങളെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം മേടിച്ച് കൊടുക്കാനുള്ള ഒരു പ്രബോധനം കൂടി ഇവരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവരെ പോലുള്ള സംഘടനകളൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചു പേർക്ക് മതത്തോടൊപ്പം ആഹാരം കിട്ടാത്തവർക്ക് ആഹാരം കൂടി കഴിക്കാനുള്ള ആഹാരം കഴിച്ച് വിശപ്പടക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ടാവും. അപ്പൊ തീർച്ചയായും ഈ വാർത്തയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ആളുകളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം. ഈ എല്ലാ മതങ്ങളും, അത് മുസ്ലിം അല്ല, ഹിന്ദു അല്ല, ക്രിസ്ത്യൻ എന്തോ ആയിക്കോട്ടെ, ഏതോ മതത്തിന്റെയും പ്രബോധനത്തോടൊപ്പം ആഹാരം കഴിക്കാനുള്ള ഒരു പ്രബോധനം കൂടി ഇത് ചെയ്യുന്ന നിങ്ങളെപ്പോലെ ആളുകൾ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ മതങ്ങളൊക്കെ പ്രബോധനം ചെയ്യുന്ന ആളുകളോട് വിശപ്പടക്കാനുള്ള പ്രബോധനം കൂടി വേണമെന്ന് താങ്കൾക്ക് എങ്ങനെ പറയുന്നത്? അതായത് പ്രബോധനം നൽകുക എന്ന് പറയുമ്പോൾ പ്രബോധനം കേൾക്കുന്നയാൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിൻ്റെതായ പ്രത്യേക സന്ദേശങ്ങളെക്കുറിച്ച് ആലോചിക്കാനൊക്കെ ഉള്ളൊരു ആർജവം, ബുദ്ധിപരമായ ഒരു ആർജവം ഹൃദയത്തിൽ നിന്ന് വരണം. ഇത് വരണമെങ്കിൽ തീർച്ചയായിട്ടും മാനുഷികമായ ശരീരത്തിൽ ഭക്ഷണം അത്യാവശ്യമാണ്. ഈ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത ഒരാളോട് പ്രബോധിപ്പിക്കുന്ന ഒരാളുടെ അവസ്ഥ എത്രമാത്രം ദയനീയമാണെന്ന് ചിന്തിച്ചാൽ കാരണം ബോധം കെട്ട് കിടക്കുന്ന ഒരാളെ പ്രബോധിപ്പിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ അതിനെ പറ്റുന്ന ഒരു തരത്തിലേക്ക് സജ്ജമാക്കിക്കൊണ്ട് ഒരു പ്രബോധനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രബോധനം സ്വീകാര്യമാണ്, അംഗീകൃതമാണ്, അത് പ്രോത്സാഹനജനകവുമാണ്. തീർച്ചയായും ഈ ഒരു വാക്ക് വളരെ അർത്ഥവത്താണ്. അദ്ദേഹം വിശന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ, അല്ലെ? നല്ല വിശന്ന് നിൽക്കുന്ന മനുഷ്യൻ കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരി തന്നെ, അല്ലെ? എല്ലാ മതങ്ങളും ശരി തന്നെയാണ്. പക്ഷെ ആദ്യം പാവപ്പെട്ടവനെ വിശപ്പടക്കാനുള്ള മാർഗം ഒപ്പിച്ച് കൊടുത്തതിനു ശേഷം മതത്തെ പ്രബോധിപ്പിക്കുക എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ, ഞങ്ങളും പറയുന്നുള്ളൂ. ക്യാമറമാൻ പ്രജിക്കൊപ്പം മഴയത്ത് നിന്നും ന്യൂസ് കേരളം ടുഡേ ടിവിക്ക് വേണ്ടി ഷെബിൻ.